ആരോ വരുന്നുണ്ട്. ഒരു പ്രധാന സാമാന്യം വരുന്നതിന് നടക്കാൻ പയ്യെ വന്നാൽ പറയായിരുന്നു. എവിടെ ധൃതി? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നല്ലോ ചാച്ചി. എന്നാ നീ നിർബന്ധിച്ചെന്ന് പറഞ്ഞു ശ്യാമളമ്മ പോയേക്കാന്ന് പറഞ്ഞു. ആണോ? പിന്നെ ശ്യാമളമ്മ നിർബന്ധിച്ചാണോ? ശ്യാമളമ്മയോട് ചേച്ചാച്ചി പറഞ്ഞല്ലോ പയ്യെ വന്നാൽ മതി, ധൃതിയൊന്നുമില്ല. അപ്പോൾ ശ്യാമളമ്മ പറഞ്ഞു പറ്റിയല്ല, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ശ്യാമളെ കയറ്റിയില്ല, അകത്ത് വെളിയിലിട്ട് പൂട്ടി. വണ്ടി എങ്ങനെ തിരിക്കുന്നേ? എന്നെ കാണിച്ചിട്ടാ ഈ ഓഫ് ഗേറ്റ് പൂട്ടിട്ട് വന്നേ. വണ്ടി അപ്പുറത്തല്ലേ ഇരിക്കുന്നത്? വണ്ടി അവനപ്പുറത്ത് അവര് പൂട്ടിട്ട് ചേക്കല്ലേ അല്ലേ? അവിടുന്ന് വയനാട്ടിൽ നിന്ന് പിണങ്ങി പോന്നാടി. ചേച്ചാച്ചൻ പറഞ്ഞില്ലേ വയ്യ വന്നാ ധൃതിയില്ലെന്നാ, അതുകൊണ്ടാ. പിന്നെ ആരടയ്ക്കും? ശ്യാമളമ്മ. ഞാൻ പറഞ്ഞില്ലേ ഇതേ ഗ്ലെയർ ആയിരുന്നു, തൂക്കാനൊരു സമയം കിട്ടാൻ വേണ്ടി. അല്ലെങ്കിലും ശ്യാമളമ്മ എന്തെങ്കിലും വഴക്കുണ്ടാക്കാതെ അലമ്പുണ്ടാക്കാതെ വന്നിട്ടുണ്ടോ? ചേച്ചി ചമ്മന്തി അരച്ച് തന്നാൽ മതി, എനിക്ക് വേറെ കറിയൊന്നും വേണ്ട. ആ ചമ്മന്തി അരക്കിയല്ലേ അത് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി, വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്. പുളിയൊന്നും വേണം നിർബന്ധമൊന്നുമില്ല എനിക്ക്. ഞാൻ തന്നെ ഞാൻ ഇന്നലെ താമസിച്ചു പോയില്ല വന്നപ്പം, ഇവിടെ കൊണ്ടിറക്കി വിടുമായിരുന്നു, മഴയായിരുന്നു. നോക്കട്ടെ. ശ്യാമളമ്മ ഇവിടെ നിൽക്കുമ്പം വയനാട് പോകണം നമ്മൾ ഭയങ്കര ബഹളമാണ്. അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പം ജയച്ചാച്ചന് ഭക്ഷണം വേണം, ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞ് ചാടും. പക്ഷേ ജയച്ചാച്ചൻ പറഞ്ഞ് പയ്യെ വന്നാൽ മതി, ഇത്രയും പൈസ മുടക്കി അവിടം വരെ വണ്ടിക്കൂലി മുടക്കി പോകുന്നതല്ലേ, അപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് 2 ആഴ്ചയൊക്കെ നിന്നിട്ട് വന്നാൽ മതി, അല്ല 1 മാസമൊക്കെ നിന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അന്നേരം അവിടെ വരത്തില്ല. ഇവിടെ നിൽക്കുമ്പം അവിടെ പോകണം, അവിടെ ചെന്ന് കഴിയുമ്പം ഇങ്ങോട്ട് വരണം. എന്താ അല്ലേ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മളൊരിടത്ത് നിൽക്കുമ്പോൾ നമുക്ക് വേറെ അടുത്ത് പോകണം, അവിടെ നിൽക്കുമ്പോൾ അവിടെ വേറെ അടുത്ത് പോകണം. രാവിലെ മഞ്ഞുള്ളതുകൊണ്ട് ക്യാമറ ഒരു മങ്ങല. ചുമ്മാ പറയുന്നതാണ്, എന്നേലും ന്യായം വേണ്ട പറയാൻ. ആ വണ്ടിക്ക് ഞങ്ങൾ വന്നതല്ല, അങ്ങനെയൊന്നുമില്ല, ഇച്ചിരി സ്പീഡിലാണ് വണ്ടി പോരുന്നത്. പക്ഷെ ഏറ്റവും പുറകില്ല ഞങ്ങൾ ഇരുന്ന്, ഏറ്റവും പുറകിൽ. നിങ്ങൾ അടുത്ത് തറക്കല്ലേ, എന്നിട്ടൊരു കുഴപ്പമില്ലായിരുന്നു. കുറച്ചൊരു ഇതുണ്ട്, കാരണം ആ വണ്ടി പെട്ടെന്നാ പോരുന്നത്. ഞങ്ങൾ ഏറ്റവും പുറകിരുന്ന ചുരത്തില്. ഇപ്പൊ അവധി സമയമായോണ്ട് സമയം അത് വിട്ടു വരുന്നത്. ആ വണ്ടി ഭയങ്കര സ്പീഡിലാണ് പോരുന്നത്, അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങൾ വന്നപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് സുഖമല്ല, ഇത് കിടന്നുറങ്ങിപ്പോരാ. സീറ്റ് അങ്ങോട്ട് അമ്മയ്ക്ക് സംഭവം അങ്ങനൊന്നുമല്ല. അമ്മയ്ക്ക് സൈഡ് സീറ്റ്, അത് ഫ്രണ്ടില് സൈഡില്, പിന്നെ അടുത്തിരിക്കുന്ന ആൾക്കാർ നല്ലതായിരിക്കണം, സ്മൂത്ത് ആയിട്ട് പോകണം. കാറൊന്നും മേടിച്ചു കൊടുക്കാന്ന് ചേച്ചാച്ചി പറഞ്ഞാ, ഓടിക്കാൻ അറിയത്തില്ലാത്തോണ്ട്. കേരളത്തിലാണ് പോകുന്നത് നമുക്ക് ചിന്തയില്ല. ശ്യാമളമ്മയോട് പറഞ്ഞാടി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം ഡ്രൈവിങ് പഠിക്ക് കാറൊരെണ്ണം മേടിച്ചു തരാമെന്ന്. നീ നിന്റെ പെണ്ണുമ്പിള്ളെ അങ്ങ് പഠിപ്പിക്കുന്നുണ്ടോ? എനിക്ക് ആശില്ല അതിൻ്റെ ഉള്ളത്ര. ദരിദ്രവാസിയാവാതെ പണിയുണ്ടല്ലോ ഇപ്പം. കാർ മേടിക്കാൻ പണിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദരിദ്ര രാജ്യം പറയുന്നത്. ഡ്രൈവിങ് പഠിച്ചോ കാർ മേടിച്ചു തരാമെന്ന് ചേച്ചാച്ചി പറഞ്ഞ. എന്നോട് കുറച്ച് പൈസയും ചോദിച്ചായിരുന്നു, ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു.
ശ്യാമളമ്മയ്ക്ക് വേണ്ടിയല്ലേ എന്ത് പൈസ ഓട്ടോ വിളിച്ചു കളയുന്നത്. എന്നോട് പൈസ ഞാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നിനക്ക് കാശുണ്ട്. മേടിക്കാനുള്ള കാശില്ല, കുറച്ച് കൊടുത്ത് സഹായിക്കാനൊക്കെ പറ്റുമായിരിക്കും. സങ്കടമായിരുന്നോ പോരുന്നതിന്? അതിനെന്തറിയോ ശ്യാമളമ്മ അങ്ങോട്ട് ചെന്ന് ഇവരെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചാടി പോരുമല്ലേ. ജയചാച്ചനാണ് വിളിച്ച് കണ്ണനെ വിളിച്ചല്ലേ പറഞ്ഞു വരണ്ടെന്ന്, ഉടനെ വിടണ്ടെന്ന്, എന്നിട്ട് പോലും ചാടി പോന്നു. ഈ ആഴ്ച എന്നാലും ജയചാച്ചൻ വരും, നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഇവിടുന്ന് കൊടുത്തു പോയതല്ലേ, പെട്ടെന്ന് വരേണ്ട ആവശ്യമില്ല. ഞാൻ ആര് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും അമ്മ ഇന്നലെ മിനിഞ്ഞാന്ന് ബുക്ക് ചെയ്തതെന്നാ പറഞ്ഞു. അമ്മ എപ്പോ വേണേലും വന്നാൽ മതി നിങ്ങള്. അമ്മ എന്നോട് പറയും ഇന്നലെ തന്നെ വന്നാലോന്ന്. അതാ അവിടെ ഇന്നലെ എന്നായിരുന്നു? എന്നാ ഒരു പിന്നെ മറ്റേ സാധാ ബസ്സിന് കയറി പോരാൻ പറഞ്ഞു. ആ മറ്റേ കേസാ. സമാധാനത്തോടെ ഇരുത്തിയല്ലോ ഒരു സ്ഥലത്ത്. ഞാൻ പറഞ്ഞത് പുതിയ വീടൊക്കെ വെക്കുമ്പോ നല്ല ഡെപ്പി മേടിക്കുന്നുണ്ട്. ഡെപ്പി അല്ലേ അതിന്റെ പുറവശത്തെ ഇത് വിത്തല്ലേ. എടി രണ്ടുപേര് വയനാട്ടിൽ നിന്ന് വന്നിട്ട് കാണുന്നില്ല, കുറെ നേരം ആയല്ലോ അകത്തോട്ട് പോയിട്ട്. എന്നാ ശാപവേ എഴുന്നേപ്പിക്കാം, അപ്പം എല്ലാവരും വിഷയമായിക്കോളും. അങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കട്ടല്ലോ, കേട്ടാ, അതിൻ്റെ ആവശ്യമില്ല. ആരുടെ എൻ്റെ കരയിലേക്ക് കിടക്കുന്നേ ശാംഭവിയേ, ശാംഭവിയേ. ഇവളല്ലാത്തപ്പോ ഇവള് അനക്കം കേട്ടാ എഴുന്നേക്കുന്ന പറഞ്ഞല്ലോ, ഇന്ന് എഴുന്നേക്കുന്നില്ല. ശാംബേ, ശാംഭവിയോ, ടി വി വെക്കണി. എഴുന്നേക്കും. ആ അതെ എഴുന്നേറ്റുണ്ടോ. ഇതാരാടി, ആരുടെ ഇത്? ഇതാരടി, ഇതാരോ വന്ന്. ആര്? ആ ശാംഭവി വന്നു. ഇതാ നാരായണ, ഇവരെ പുതിയ ബാഗൊക്കെ മേടിച്ചെന്നേ, കാശല്ല ഇഷ്ടം പോലെ. ശാംഭവി ഓർത്ത് ജയാണ്. ചേച്ചാച്ചനെ ഒന്ന് പട്ടണ ഇട്ടേക്കോടി അവിടെ. ആരാ? ജയപ്ര അടുക്കള. ജയപ്രൂസോ? ഇതാരടി? അതേതോളാ? ഇവള് ശ്യാമളമ്മേന്ന് വിളിച്ചു, അതെന്റെയാ. എന്റെ പഴം ഒന്നുമല്ല, എന്റെ ആണേ. ശാലം നിന്നിട്ട് അവിടെ വെച്ചു. പിന്നെ ഉറങ്ങിയ കൊച്ചിനെ പിടിച്ച് എണീപ്പിച്ച് തിന്നു, കുറച്ച് തിന്നു. വേണ്ട, താങ്ക് യു. കേട്ടോ, ചുമ്മാ വിളിച്ചതേ ഉള്ളേ. ജയയുടെ കരുപ്പുണ്ടോ ശാമ്പുകളുള്ള? ഇതാണ് ഒറിജിനൽ ജയ. പൊക്കോ പൊക്കോ, പോയി കിടന്നു. ഇത് നാരായണ വിളിക്കുന്നത്, കിടക്കാൻ നാരായണ എടുത്തോ. ഇത് നിന്നെ വിളിക്കുന്നത്. ഇത് എന്താണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടോ? നിനക്കെന്താ തിന്നാൻ കൊണ്ടുവന്നുണ്ടോ? നിനക്കെന്താ ബാഗോ വാട്ടർ ബോട്ടിലോ എന്താണ്ട് ടിഫിൻ ബോക്സ് ഒക്കെ മേടിച്ചോണ്ട് വന്നോ ശ്യാമളമ്മ? എടി അവര് ഉറങ്ങി ഉറങ്ങി മടുത്ത് വന്നാ. ഇന്നലെ ഉച്ചയ്ക്ക് വരെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഓഫ് ചെയ്ത് നോക്കുവേ. ടി വി നമുക്ക് കണ്ടു രാവിലെ. ഇത് നാരായണ എടുത്ത് കിടന്നു. നാരായണ ഇതിനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായിരുന്നു.
ചേച്ചി വിളിച്ചോ? എവിടുന്ന്? ചേച്ചി വിളിച്ചോ? മഞ്ഞോ ഒരുപാട് ഓവർ ആവാതെ ശ്യാമളമ്മേ. വന്ന് കേറിയപ്പോഴേ നെഗറ്റീവ് അടിക്കുന്നതിന് അമ്മ കഴിഞ്ഞ വാക്ക് ആരും ഉള്ളു കേട്ടോ. ഒരു മുട്ടായി പോലും മേടിക്കാതെ വന്നു. എന്നിട്ട് അതിന്റെ നാണക്കേട് കാരണം വീടിനകത്ത് കയറി അടച്ചു പൂട്ടിയിരിക്കുക, ഇറങ്ങി വരാതെ. ദുബായിൽ നിന്നാണല്ലോ വയനാട്ടിൽ നിന്നാണല്ലോ ഒരു മുട്ടായി എങ്കിലും മേടിച്ചോണ്ടിരാല്ലോ. ഒന്നും മേടിക്കാതെ വന്നിട്ട് നാണക്കേട് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാതെ കയറി കിടക്കുക രാവിലെ. ഞാൻ പോയിട്ടങ്ങാണ്ട് എഴുന്നേക്കാൻ വേണ്ടിയിരുന്ന. അല്ലെങ്കിൽ ചായ മണം അടിച്ചാൽ വിട്ടു വരുന്ന ടീമാ. ഇത് ചായ ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ചിട്ട് പോലും ഇറങ്ങി വരുന്നില്ല. നെഗറ്റീവ് അടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ടെൻഷൻ അടിച്ച് ചാകണം. അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു മനുഷ്യനാണല്ലോ ഇത്രയും ദിവസം കൂടി അമ്മ ഇവനോട് കേറി വരുന്നു. മുഖവും ഞാനിങ്ങനെ ഓടുന്ന അമ്മയെ നോക്കുമ്പോഴല്ലോ മൈൻഡ് പോലെ ഒറ്റ ഇത് വന്നു. ആ കപ്പ് ഇട്ടതിനെ നല്ല അത് പറയുകയും ചിലപ്പോൾ പറയുന്നത് ഇത് മാറാൻ വേണ്ടി ഞാൻ അത്ര സമയം കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തു തന്നു. എന്നാണേലും രണ്ടുപേരും കണക്കാണ്. മറ്റുള്ളവർക്ക് ജീവിക്കണം. ഒരാള് രണ്ടുപേരും ഒരു വീട്ടോട് വരുന്നു, ഒരാൾ ഇങ്ങോട്ട് കയറി ഉണ്ട് അതങ്ങ് അടയ്ക്കുന്നു. ആ ഓട്ടോക്കാരൻ തന്നെയാണല്ലോ അയാളാണ് തന്നെ എന്നാലും വിചാരിച്ചു. അയാൾ എന്തായാലും അയാൾക്ക് അറിയത്തോന്നില്ല തന്നെ. അതല്ല അയാളാണ് ഓർക്കില്ല. ഒരാളുടെ അവിടെ വീട്ടിൽ പിന്നെ അയാൾക്ക് ഇവിടുത്തെ സംഭവം എല്ലാം അറിയാലോ. അയാള് ഞാൻ ചോദിച്ചേ അയാള് അവിടെ എന്റെ അടുത്ത് ഒപ്പുണ്ട്, അവിടെ ഉണ്ട് ഒരു ചാത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇപ്പൊ കുനിഞ്ഞെടുക്കാൻ പറ്റിയാണ് ശ്യാമളെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് അതാകുമ്പോഴത്തേനും ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ കയറി പോന്നാ പോരെ. താഴെ ഇട്ട് കഴിഞ്ഞാൽ എടുക്കുവോ? കുന്തം എടുക്കും. എടുക്കത്തില്ല ഞാൻ പിന്നെ നാട്ടുകാരെ നോക്കുന്നത് എല്ലാത്തിലും നാട്ടുകാരെ അല്ല നോക്കിയത്. അല്ല അതിനെ ഒരാൾ കയറിയിട്ട് ഒരാൾ പടഞ്ഞു. ഒന്നാമത് എനിക്കത് രണ്ട് ബായും എല്ലായിടത്തും അത് തുറക്കാൻ പറ്റുമോ? ചിപ്സോ? ചിപ്സൊക്കെ ഞങ്ങൾ നല്ല നാടൻ ചിപ്സ് ഇവിടെ ഉണ്ടാക്കി തിന്ന് മടുത്തിരിക്കുകയാണ്. വന്നു കാണും. വേറൊന്നുമില്ല. ഫോൺ എടുക്കത്തോണ്ട് പോകും. ഇതാറ് ഫോണാ പിന്നെ? അമ്മയുടെ ആണോ ഈ ഫോൺ? അറിയാ ക്യാമറ എടുത്തോ? രണ്ട് പഴം എടുത്തേ. നിലത്തിരിക്കുന്ന മതിയോ? ആ ഞാൻ ചേട്ടായിക്ക് ഇപ്പം ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ഉള്ളു. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാ വേണ്ട. ഞാൻ മറന്നുപോയെന്നല്ലേ എടുക്കാൻ. ശ്യാമളമ്മ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എല്ലാം തിന്നു നിൽക്കണോ സംശയം. ഇനി കെട്ടി ഞാൻ പറഞ്ഞ കൊണ്ടുപോകും. ഇടയ്ക്കത് കഴിക്കാം. നമ്മളെന്തൊക്കെ പറയുന്നുണ്ട്. മറ്റടുത്ത് മാറ്റിയോ? മാറ്റി മാറ്റി വേണ്ട, വിട്ടോ വിട്ടോ. ആ പറഞ്ഞൊക്കെ മേടിച്ചോണ്ട് വരണേ. ചുന്തരി ശ്യാമളമ്മ വന്നു, നീ അറിഞ്ഞില്ലേ? എന്താ നിർത്തിക്കളഞ്ഞേ? എവിടെയായിരുന്നു ഇത്ര നാളും? ആണോ? ആണോ? ആ കട വീണ്ടും സാധനം മേടിച്ചു തുറന്നതാണോ? അതോ
ഓടെ നാരങ്ങ ആ വെള്ളവാട്ടറെ മേടിച്ചിട്ടുണ്ട്. ആ ആ കപ്പാസിറ്റി 4 മാസമായില്ല. ആ ഈ അഞ്ചാറ്റ് വന്നപ്പോൾ 4 മാസമായി. ആ ഞാൻ നോക്കുന്നു കാണുന്നില്ല. ഞാൻ എന്നാ പറ്റിയത്? പോയി കേട്ടോ ആ എല്ലാവരും അറിയിച്ച ആൾക്കാർക്ക് ആണോ? പറഞ്ഞ അറിയത്തില്ല. ആ അവിടെ വാടി വന്നപ്പോൾ അറിയില്ല, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ കയറിയത് പോലും അറിയില്ല, അവിടെ വീണായിരുന്നു. ആ ഓർമ്മയൊന്നും ഇല്ലല്ലേ ഒന്നും? ശരി. ആ ഒരു 5-ൻ്റെ അല്ല 6-ൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ആ അപ്പോൾ അതൊന്ന് തീർത്തിട്ട് ആ ഞാൻ ആ ഡ്രില്ല് മെഷീൻ എടുത്ത് കൊടുക്കുന്നു. ആ ഡ്രില്ല് മെഷീൻ കൊടുക്കുന്നു. ഞാൻ വിഷയം ആ എത്ര മണിക്ക് നടത്തും? എന്നാ അങ്ങനെയല്ല, വണ്ടി വരുന്നതനുസരിച്ച് ഇവിടുന്ന് പോകുമ്പോഴേ പിന്നെ 9 മണിയൊക്കെ ആവും ചെല്ലുമ്പം. വരും വരും വരും. അപ്പം പുള്ളി ചിലപ്പോൾ അപ്പുറത്തായിരിക്കും എന്നെ നോക്കുന്നത്. ഞാൻ സാധാരണ അവിടെയാണ് നിൽക്കുന്നത്. വിളിക്കും എന്നാണല്ലോ. ICUവിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഓക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഹലോ, ഇത് ഈ പാലം കഴിഞ്ഞ് ചെറിയ പാലം, മുളമ്പാലം ഇല്ല, മുളമ്പാലം പാലം കഴിഞ്ഞ് ആ പാലത്തിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. പാലത്തെ വരുമ്പോൾ കാണാം. എവിടെയായി? ഏലിയ വന്നേ? ആണോ? എന്നാൽ ഞാൻ അങ്ങോട്ട് കയറി നിൽക്കാം. ആ കിട്ടി കിട്ടി, അങ്ങോട്ട് കയറാം. ആ അതിലേ വരുന്നത്. ഞാൻ എവിടെ നിൽക്കുവാന്ന് ഓർത്തേ, ഞാൻ അപ്പുറത്താണ് നിൽക്കുന്നതെന്ന് ഓർത്തേ. അതിലേ കൂടെ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറി നിൽക്കണം. ആ നാളെ കാണാം. ഫോട്ടോ എടുത്തോ ഫോട്ടോ. ആ എടുത്തു.
ശ്യാമളമ്മ വയനാട്ടിൽ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു ഇവിടെ വന്നത്. കാരണം അവിടെ വൈഫൈ ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് മൊത്തം ഞാൻ പോയിട്ട് വരാവേ. ചിഞ്ചരിയേ അമ്മ പോയിട്ട് വരാം. എടിവേ ഇവളെ പിടിച്ച് കടത്തി ഉറക്കരാ. എല്ലാം കൂടെ പോയി കിടന്നുറങ്ങും. കറണ്ട് വരുമ്പോഴല്ലേ? അല്ലല്ല ഇത് എപ്പോഴും ഉള്ള പോക്ക്. എത്ര നേരം പോകുന്നറിയോ ഇവിടെ? ചോദിച്ചു നോക്ക്. ഇതിപ്പോൾ സ്ഥിരമായിട്ടിരിക്കുക. കറണ്ട് പോകാന്നുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇതായി മാറിയിരിക്കുക. ഞാനോ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കുട്ടിയെ. ഞാൻ ഇവിടെ എങ്ങാണ്ടൊരു ഞാനിവിടെ ഒരു സാധനം വെച്ചിരുന്നു. എന്തിരുന്നു? എൻ്റെ കയ്യിലെ ഒരു സ്പാമ്പിൻ്റെ മോതിരം കണ്ടില്ല, പോയി. പോകാൻ വഴിയില്ലല്ലോ. എന്താ ഞാൻ പോവാം. ഓക്കെ ഓടിയവേ. എന്നാ ചേട്ടയുടെ മെറ്റ ക്യാമറയാണ് ഞാനിന്ന് എടുക്കുന്നത്. എനിക്കാണ് അതിനകത്ത് വീഡിയോ എടുക്കാനൊരു മറ്റാകുമ്പോൾ പെട്ടെന്ന് ഓണാവാം. ഇത് അങ്ങനെ പെട്ടെന്ന് ഓണാവത്തുമില്ല. എന്നാന്ന് പറയാം. പോയിട്ട് വരാവേ. ഇതിവിടെ ഇങ്ങനെ വെച്ചാൽ ഓളെ കോഴി ഇങ്ങോട്ട് കയറി വരും. നീ എൻ സ്വർഗ സൗന്ദര്യമേ. ഞാൻ കണ്ടോ കുറേ ദിവസമായി ഈ വഴിയൊക്കെ വന്നിട്ട്. ഇന്നത് താഴത്തെ നോക്കട്ടെ. അടച്ചിട്ടേക്കുവാണല്ലോ. ഹലോ. വീരേ ടീച്ചർ കൊണ്ട് എവിടെയോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. വിളിച്ച് നോക്കാം, എടുക്കുന്നുമില്ല. എന്താണ് സംഭവം? അവിടെ പോയെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് അവളോട് പറഞ്ഞായിരുന്നു. ഇഷ്ടമുള്ള അങ്ങോട്ടോ മാവ് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നിട്ട് തണലും. മേരി ടീച്ചർ ഒരു സ്ഥലം വരെ പോയതാണ്. ഇവിടെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു താക്കോല് എവിടെ ഇരിക്കുന്നെന്ന്. കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇടാറില്ല. ഇപ്പോൾ ഞാൻ മീരയെ കൊണ്ട് തയ്പ്പിച്ച എൻ്റെ പുതിയ ഡ്രസ്സ്. ഇത് പാൻറ്റാണ്. ഇത് ബാക്കി എന്ത് ചെയ്യും? ബാക്കി ഇത് കൊള്ളാമല്ലേ? മീര നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ശ്യാമളമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് ശ്യാമളമ്മയായിരുന്നു ആദ്യം ഇത് എടുത്തത്. അല്ല, ഞാൻ എടുത്ത് വെച്ചിട്ട് ശ്യാമളമ്മയ്ക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ശ്യാമളമ്മ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേറൊരെണ്ണം എടുത്ത് വെച്ചു. പക്ഷേ അത് രണ്ടും കൂടെ മാറിപ്പോയി. അവളിതെടുത്ത് ശ്യാമയുടെ അളവിൽ ഇത് ആദ്യം അമ്മയ്ക്ക് അതായിരുന്നല്ലോ എടുത്തത്. അപ്പം അമ്മ അത് വെച്ചിട്ട് അവളങ്ങ് തയ്ച്ചു. അമ്മയ്ക്ക് ഇതായിരുന്നു ഇഷ്ടം. പിന്നെ ഇത് ഞാനും തയ്ച്ചു. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതൽ വന്നത് ഇത് തയ്ച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മേടിക്കാൻ വേണ്ടിയും കൂടാണ്. പൂങ്കാറ്റി പോയി ചൊല്ലാമോ. അവർ വന്നു. അവരല്ലേ? ആണല്ലോ. ഹലോ. ആവുണ്ട്, മേലുണ്ട്. നിങ്ങളാണോ വന്നേ? പുതിയൊരു ഐറ്റം.
ദുവാച്ച അമ്മയ്ക്ക് ഫോൺ ഉണ്ടെന്ന് ഒരു കോൾ ചെയ്തിട്ട് തരാൻ കൊല്ലു തരാം. എടാ, നീ ഇപ്പം തരാം. നീ വലിയ ആൾ വിളിച്ച് നമ്മുടെ ഫോൺ എടുത്തല്ലോ, നീ നമ്മുടെ ഫോൺ തന്നെ എടുത്താൽ അതിന് നെറ്റൊന്നുമില്ല എൻ്റെ അതിനകത്ത്. അടുത്രയും ഒന്നുമില്ലോടി. ഒന്നല്ലോ ഞങ്ങൾ കണ്ട്. നീ തിയേറ്ററിൽ പോലെ തിയേറ്ററിൽ പോയൊന്നുമല്ല കണ്ടത്, അത് വാഴയല്ലേ കണ്ടത്. കൊല്ലു അമ്മ ഇപ്പൊ തരാൻ പറഞ്ഞു. അതാ കൊല്ലിനെ വിളിച്ചോണ്ട് വിട്ടേക്കാം വാ. ഹലോ നിർത്ത മഴ. കൊച്ചു പൂമ്പാറ്റേ പാറി നടക്കണ പൂമ്പാറ്റേ. ഹായ്. നിന്റെ നീ വാച്ച് നീ കൊണ്ടുവന്ന കണ്ടില്ലല്ലോ. ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് താന്നതാണ്. ഓ അവൻ്റെ പാട്ട്. ആ എന്ത് തല്ലിപ്പൊളി പാട്ട്. വലിയ അങ്ങോട്ട് അഹങ്കരിക്കല് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. യെസ്. പ്രഭാരെടുത്ത നിന്റെ കളി. ബൂസ്റ്റിന്റെ എടുത്തിട്. അയ്യ ആ അത് കൂട്ട്. നിന്റെ തല്ലിപ്പുള്ളി പാട്ടെല്ലാം ഉണ്ട് പോരെ. ഫോൺ എടുത്തോ നീ നിന്റെ. പറഞ്ഞോ എന്നാ ഡാഡാ ചായ കുടിക്കും. അപ്പുറത്തെ സൈഡ് ഇതോ SNDP അമ്പലാന്ന് പറ. നടക്കടി. ഒരു ബായ് പറഞ്ഞു. അവര് വരവ് നിർത്താൻ പോവാന്ന് പറയുന്നത് ബൂസ്റ്റിന്റെ.
എടി നിക്ക് ധ്രുവേ ഡാ. ഓഹോ നല്ല പരിചയം അവന്. നാളെ എടി നാളെ ഓക്കെ നിന്നെ ആ ഏരിയയിലാണ്. പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ മന്ദിരം. ഇന്ന് വഴി മാറ്റിപ്പിടിച്ചു. ഇന്ന് ഇതിലെ കൂടെ പോകാമെന്ന് വെച്ചു. അപ്പുറം വഴി പോകാനായിട്ട് കടയിൽ കയറുന്നില്ല, പാലെടുക്കണ്ട. അപ്പോൾ പിന്നെ ദില്ലിലേ തന്നെ അങ്ങ് പോകാമെന്ന് വെച്ചു. അവിടെ കണ്ടുകഴിഞ്ഞാൽ വലിയ കൊടുങ്കാട് പോലെ കേട്ടോ. നമുക്ക് പോലീസ് ക്വാർട്ടേഴ്സാണെന്ന് തോന്നുന്നതല്ലാതെ താമസമൊന്നുമില്ല, വെറുതെ കിടക്കുക. ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ. ടൗൺ ആണെങ്കിലും ഒരു കാണിക്ക് ഉണ്ടാക്കാൻ ടൗണാണ്, പക്ഷെ കാട് പിടിച്ച് കിടക്കുക തൊട്ട് പറയില്ല. പക്ഷെ ഒരു സുഖമുണ്ട് കേട്ടോ, തണുപ്പൊക്കെ ഉണ്ടെന്നുകൊണ്ട് ഈ വഴി വരാൻ നല്ല സുഖമാണ്. ഇവിടെ പോലീസ് സ്റ്റേഷൻ. ഇവിടെ എന്തോ പണിയുമാണ്. എന്തുവാ എന്തോ അല്ല, പോലീസ് സ്റ്റേഷൻ തന്നെയാണോ പണിയുന്നത്? മെസ്സി അല്ലേ ബൈക്കിൽ മെസ്സി. അമ്മേ ആ പാലത്തെ കൂടെ ബസ് വരുന്ന കാണാൻ, അതും KSRTC വരുന്നത് കാണാൻ എന്താ ഒരു ഭംഗി. പണ്ട് ശ്യാമളമ്മയൊക്കെ എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാക്കമ്മയൊക്കെ ഓർക്കും. കാക്കമ്മയും ശ്യാമളമ്മയും അങ്ങ് താഴെ ആ ഭാഗത്തായിട്ടാണ് അവിടുത്തെ വീട് താമസിച്ചു. പാർത്ഥസാരഥി അമ്പലം. അവിടെ വെച്ചോട്ടെ. പക്ഷി പറന്നു പോയതാണ്. ഒരു പക്ഷി പറന്നു പോകുമ്പോൾ ഇത്രയും സൗണ്ടോ? ഏറുമടുത്ത് തട്ടിപ്പോയതോട്ടോ പക്ഷി. അമ്മ എന്നാ പറ്റേ? എന്നാ പ്രശ്നം? എന്നാ എന്നാടാ? മതി 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 മിണ്ടാ പോടാ. ഈ വീട്ടിൽ ഞാൻ വന്നതൊരു മനുഷ്യനറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നല്ലോ. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവരും ഉറക്കമായിരിക്കും, പറയാൻ പറ്റത്തില്ല. വീടാരെല്ലാം അടിച്ചുകൊണ്ട് പോയാലും അറിയത്തില്ല കേട്ടോ. ഫ്രിഡ്ജിനകത്ത് ചെരുപ്പ് കയറ്റി വെക്കുന്ന ലോകത്തിലെ ആദ്യ വനിത ഞാനായിരിക്കും. വിളക്കത്തിക്കുമ്പോൾ TV നിർത്തണമെന്ന് ഞാൻ ആരോടൊക്കെ പറയണ്ടേ? ഇനി പറഞ്ഞില്ലേ TV നിർത്തിക്കേ.
വൃത്തിയാക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കത്തിക്കാൻ പറഞ്ഞത്. അപ്പം കത്തിച്ചാൽ മതി. ഇപ്പോഴേ പറഞ്ഞത് കുറച്ചു നേരം കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴേ കത്തിക്കണ്ട. അത് പറയുമ്പോൾ 6:20 പറഞ്ഞ് ഇരുട്ടി വരുമ്പോഴാണ്. അമ്മയാ ഇരുട്ടി വരുമ്പോൾ അത് കറക്റ്റ് ടൈം, അതായത് എന്തുവാ മഴക്കാറുണ്ട്, പിന്നെ അസ്തമയ സമയമൊക്കെ വെച്ചിട്ടാണ് ഈ വിളക്കത്തിക്കാനായിട്ട് ഗൂള് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അമ്മയ്ക്ക് ധൃതിയാണ്, ധൃതി. അമ്മയുടെ ശുംഭരിയേ, അപ്പ വരാതെ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ അപ്പയ്ക്ക്? ലൈറ്റ് ഇട് കുഞ്ഞേ. പാല് നേരത്തെ രാവിലെ മേടിച്ചല്ലേ? ആ മേടിച്ചു. ഈ മുഖം എന്തെങ്കിലും തെളിയോ? പാടല്ലേ? മനസ്സിലായി. ഞാൻ എടുത്തോളാം. എന്തോ അത്? ഓ എന്താ ഇത്? ഇവിടെ കിടന്ന് ഉറങ്ങി നിന്നാ? അമ്മ കഴിച്ചോളാം. അമ്മ ഇപ്പൊ ഒന്നും വേണ്ട എനിക്ക്. ഇവിടെ ചോറിടില്ലെന്ന്. അതിനാ ചോറ് ഇനിയും ഉണ്ണാതെ ഇവക്ക് ഒരു സാധനം വേറെ കൊടുത്തേക്കരുത് കേട്ടല്ലോ. വേറെ ഒരു പലഹാരങ്ങളും കൊടുത്തേക്കരുത് ചോറുണ്ണാതെ. ഒരു മുട്ട പൊരിച്ചത് നിങ്ങൾക്ക് തൽക്കാലം കറി ഉണ്ടായിരുന്നല്ലോ. ദോശ കഴിച്ചോ? ഇവിടെ ഇത് തന്നെ ഇതുകൊണ്ടങ്ങ് നടക്കുക. അതിനിപ്പോ വിളക്കെത്തിച്ചല്ലേ, ഇച്ചിരി വിളക്കൊക്കെ നിർത്തിയിട്ട് കഴിക്കാം. ഈ സമയത്ത് കഴിക്കാൻ പാടില്ല. ഏത് കണ്ണയിരിക്കുന്ന അമ്മയുടെ? അതമ്മയുടെയാ. വേണ്ട ഞാൻ ഇട്ടെ ബാക്കിയുണ്ട്. അവിടെ എടുക്കാൻ പോയിട്ടുണ്ട്. ഏത്തക്ക വരുന്നോ? ആരാ? ഒറ്റയ്ക്ക് പോകണ്ട. ആയിക്കോട്ടെ. മുണ്ടക്കയത്ത് വന്നിട്ട് കുറേ നേരമായെന്ന് എനിക്ക് ഇൻഫർമേഷൻ ലഭിച്ചു. കുമാറിന്റെ പിന്നെ അപ്പം മേടിക്കാൻ പോയിക്കൊള്ളു 24 മണിക്കൂർ. ബൈക്കിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞേ. എന്തിന്? അവിടെ വായിക്കാത്തന്നെ ആദ്യം നോക്ക്. ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പരിപാടി ചെയ്ത് മഷിയൊക്കെ എടുത്ത് വായിക്കാത്തെടുത്ത് തീറ്റിയ പരിപാടി. അറിയാവോ ഞാൻ എന്തോ ചെയ്യേണ്ടത്? അറിയാം. എന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. ആരാനും പിടിക്കുക. അവക്കറിയാം ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. അതൊക്കെ തിന്ന് തീർത്ത് കാണുമല്ലോ. വാഴയോ? വാഴ വന്നായിരുന്നു. അത് അവളുടെ ഫോണിൽ നിന്ന് കണ്ട അവളുടെ അടുത്ത് കാണിച്ചല്ല. മറ്റേ പൈസ അടയ്ക്കണം മറ്റേ ഇതിന്, ഹോട്ട്സ്റ്റാറിന്. അതിനകത്ത് പൈസ അടയ്ക്കണം നടക്കുന്നേ. അല്ല മൊത്തത്തില്. കഴിഞ്ഞ വർഷം ഇതുപോലെ വയനാട് ഇവിടെ 2 കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് ആള്.